ഹൈക്കമാൻഡ് വിളിച്ചിട്ടും പോയില്ല, സുധാകരൻ ഇടഞ്ഞു തന്നെ. നമസ്കാരം, ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുനയ നീക്കത്തിന് വഴങ്ങാതെ കെ സുധാകരൻ എം പി. ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചെങ്കിലും പോകേണ്ടതില്ലെന്നാണ് നിലവിലെ തീരുമാനമെന്നാണ് വിവരം. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ തന്നെ മത്സരിക്കുമെന്ന് കെ സുധാകരൻ പറഞ്ഞു. താൻ മത്സരിക്കുന്നത് സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത് കൃത്യമായ വിവരങ്ങൾ ഇല്ലാതെയാണ്. ആരെങ്കിലും പറഞ്ഞത് വിശ്വസിച്ചതാകും. ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും വി ഡി സതീശൻ തന്നെ വിളിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് താൻ തന്നെയാണ് എഴുതിയതെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം പങ്കുവച്ച വൈകാരിക പോസ്റ്റിനെ കുറിച്ച് കെ സുധാകരൻ അറിയില്ലെന്നും ഇത് സംബന്ധിച്ച് അന്വേഷിക്കാമെന്നാണ് സുധാകരൻ പറഞ്ഞതെന്നുമായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത്. ഇറാന്റെ എണ്ണക്കയറ്റുമതിയുടെ ജീവനാഡിയായ ഖാർ ദ്വീപിന് നേരെ ആക്രമണം നടത്തിയ അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവിനെ തുടർന്നാണ് നീക്കം. ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ നിലവിൽ ബാധിച്ചിട്ടില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. പേർഷ്യൻ ഗൾഫിൽ ഇറാൻ തീരത്തുനിന്ന് 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന 8 കിലോമീറ്റർ മാത്രം നീളമുള്ള ഖാർ ദ്വീപ് ഇറാന്റെ സാമ്പത്തിക ഭദ്രതയിൽ അതീവ നിർണായകമാണ്. UAE-യിലും മറ്റ് പലയിടത്തും പാചകവാതകത്തിന് നിയന്ത്രണങ്ങളുണ്ടല്ലോ എന്നും അവിടെ ജനാധിപത്യമല്ലാത്തതുകൊണ്ട് ജനങ്ങൾ കയർക്കുന്നില്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രധാനമന്ത്രി എല്ലാവരുമായും സംസാരിച്ചിട്ടുണ്ട്. അതുപ്രകാരം കുറച്ചധികം LPG കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സംഭവത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കാത്തതിൽ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ ഇറങ്ങിയതിനെ തുടർന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP-യുമായി സഖ്യമുണ്ടാക്കുമെന്ന വാർത്തകൾ തള്ളി വിജയിയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകം. BJP തങ്ങളുടെ ആശയപരമായ എതിരാളികളാണെന്നും പുറത്തുവരുന്ന വാർത്തകൾ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും TVK ജോയിന്റ് ജനറൽ സെക്രട്ടറി CTR നിർമ്മൽ കുമാർ വ്യക്തമാക്കി. ആൻഡമാൻ നിക്കോബാർ പോലീസ് നടത്തിയ വൻ ഓപ്പറേഷനിൽ ഏകദേശം 36,000 കോടി രൂപ വിലമതിക്കുന്ന 6,000 കിലോ മെഥാംഫെറ്റമിൻ നശിപ്പിച്ചു. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് നശീകരണ നടപടികളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. 9 മാസമെടുത്താണ് ഇത്രയും വലിയ അളവിലുള്ള മയക്കുമരുന്ന് ഘട്ടം ഘട്ടമായി നശിപ്പിച്ചു തീർത്തത്. 2024 നവംബർ 23-ന് ആൻഡമാൻ കടലിൽ വെച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടികൂടിയ മയക്കുമരുന്നാണിത്. രാജ്യത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ നിയമപരമായ നിർവചനത്തിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ വെള്ളിയാഴ്ചയാണ് 2019-ലെ ട്രാൻസ്ജെൻഡർ അവകാശ നിയമത്തിൽ ഭേദഗതികൾ നിർദ്ദേശിക്കുന്ന ബില്ല് സഭയിൽ വെച്ചത്. പുതിയ ഭേദഗതി പ്രകാരം ജില്ലാ മെഡിക്കൽ ബോർഡിന്റെ ശുപാർശയോടെ ജില്ലാ മജിസ്ട്രേറ്റിന് മാത്രമേ ട്രാൻസ്ജെൻഡർ സ്വത്വം അംഗീകരിച്ച് സർട്ടിഫിക്കറ്റ് നൽകാൻ അധികാരമുണ്ടായിരിക്കുകയുള്ളൂ. ദക്ഷിണ കൊറിയയും അമേരിക്കയും സംയുക്ത സൈനികാഭ്യാസം തുടരുന്നതിനിടെ പ്രകോപനവുമായി ഉത്തര കൊറിയ. ശനിയാഴ്ച ഉച്ചയ്ക്ക് 10ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉത്തര കൊറിയ കടലിലേക്ക് തൊടുത്തുവിട്ടതായി ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിച്ചു. തലസ്ഥാനമായ പ്യോങ്യാങ്ങിന് സമീപത്തു നിന്നാണ് മിസൈലുകൾ വിക്ഷേപിച്ചത്. ജാമ്യത്തിലിറങ്ങിയ ഗുണ്ടാ നേതാവിനെ പട്ടാപ്പകൽ വെട്ടിക്കൊന്നു. ജിം സന്തോഷ് വധക്കേസിലെ മുഖ്യപ്രതി അലുവ അതുലിനെയാണ് കരുനാഗപ്പള്ളിയിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിലെത്തിയ ശേഷം മടങ്ങിപ്പോകുമ്പോഴായിരുന്നു അക്രമം. ഹരിയാന രജിസ്ട്രേഷൻ കാറിലെത്തിയ സംഘമാണ് കൊലപാതകം നടത്തിയത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കെ സുധാകരൻ MPയെ പോലെയുള്ള ആളുകൾ BJP-യിലേക്ക് വരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പത്മജ വേണുഗോപാൽ. നിരവധി കോൺഗ്രസുകാർ പാർട്ടി വിട്ടുവരാൻ തയ്യാറായി നിൽക്കുകയാണ്. കോൺഗ്രസ് ഉണ്ടാക്കിയ K കരുണാകരന്റെ മകളോട് ഇങ്ങനെ കാണിക്കാമെങ്കിൽ കെ സുധാകരനോട് ഇങ്ങനെ കാണിക്കുന്നതിൽ എന്താണ് അതിശയമെന്നും കെ സുധാകരൻ BJP-യിൽ വന്നാൽ വഴിയാധാരമാകില്ലെന്നും പത്മജ പറഞ്ഞു. പ്രശസ്ത തമിഴ് കവിയും ഗാനരചയിതാവും നോവലിസ്റ്റുമായ R വൈരമുത്തുവിന് രാജ്യത്തെ പരമോന്നത സാഹിത്യ ബഹുമതിയായ ജ്ഞാനപീഠ പുരസ്കാരം. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന 3ാമത്തെ തമിഴ് എഴുത്തുകാരനാണ് വൈരമുത്തു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.